അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ 12 ബലിക്കല്ലുകൾ അപ്പോസ്തലന്മാരുടെ പ്രതീകമായിട്ടും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതിൻ്റെ മീതെ അടക്കി വെച്ച കുരിശ്, അതിൻ്റെ മീതെ ക്രിസ്തുവാകുന്ന ബലിവസ്തു, അതിൻ്റെ മീതെ പുതിയ സ്നാനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജലം. പ്രിയപ്പെട്ടവരെ, ഏലിയാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ചിട്ട് പറയാണ്, ദൈവമേ, അങ്ങാണ് ദൈവമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ബലിവസ്തു സ്വീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഇത് അഗ്നി ഇറങ്ങുന്നു. അതൊരു പുതിയ പെന്തക്കോസ്തയുടെ അഗ്നിയാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അഗ്നി ഇറങ്ങുന്നു, ബലിവസ്തു സ്വീകരിക്കപ്പെടുന്നു. തീർന്നില്ല, ആ വിറക് മുഴുവൻ കത്തിച്ചാമ്പലാകുന്നു. തീർന്നില്ല, ആ കല്ലുകൾ മുഴുവൻ ചാമ്പലായി മാറുകയാണ്. ആ ജലം മുഴുവൻ, ആ ദേശം മുഴുവൻ വരണ്ട് അഗ്നിയുടെ ആ ചൂട് ഏറ്റ് കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീഷ്ണതയോടുകൂടെയുള്ള ഒരു ബലിയർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി എന്ന് വേണം പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ.